Good morning, dears. How are you? All of you are fine? Yes, I am also fine. We are going to take our grammar, next grammar. And, but, or. And, but, or. And, but, or. And, but, or. What are these? What are these? These are conjunctions. These are conjunctions or joining words. Conjunctions or joining words. These are conjunctions. These are conjunctions. Conjunctions or joining words. These are conjunctions or joining words. And, but, or. These are conjunctions or joining words. Okay. എന്താ കൺജങ്ഷൻസ് ഓർ ജോയിനിങ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോയിൻ ചെയ്യുക അല്ലേ? വേർഡ്സ് ജോയിൻ ചെയ്യുക അല്ലേ? ജോയിൻ എന്താണ്? ഒരു സെൻറ്റൻസിനെ അല്ലെങ്കിൽ രണ്ട് വേർഡ്സുകൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് സെൻറ്റൻസുകൾ തമ്മിലൊക്കെ ജോയിൻ ചെയ്യുക അല്ലേ? അതാണെന്ത്? സെൻറ്റൻസുകൾ ജോയിൻ ചെയ്യുക, അതുപോലെ രണ്ട് വേർഡ്സുകൾ ജോയിൻ ചെയ്യുക, പിന്നെ അതിനൊക്കെയാണ് എന്ത് ഉപയോഗിക്കുക നമ്മൾ? ആൻഡ് ഉപയോഗിക്കുക അല്ലേ? ആൻഡ്, ബട്ട്, ഓർ. ഇത് മൂന്നും ആൻഡ്, ബട്ട്, ഓർ. ആൻഡ് ഉപയോഗിച്ച് എങ്ങനെ നമ്മൾ ജോയിൻ ചെയ്യുക? ആൻഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക എങ്ങനെ? ബ്രെഡ് ആൻഡ് ബട്ടർ. ബ്രെഡ് ആൻഡ് ബട്ടർ. പിന്നെ ലോക്ക് ആൻഡ് കീ. ബ്രെഡ് ആൻഡ് ബട്ടർ, ലോക്ക് ആൻഡ് കീ. പിന്നെ ഷൂസ് ആൻഡ് സോക്സ് എക്സെട്ര അല്ലേ? ഇതുപോലെ രണ്ട് സെൻറ്റൻസുകൾ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യുക? ആൻഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക കേട്ടോ. അതുപോലെ ബട്ട് ഉപയോഗിച്ച് എങ്ങനെ പറയാം? ബട്ട് ഉപയോഗിച്ച് എങ്ങനെ നമ്മൾ പറയാം? അപ്പോൾ ഇങ്ങനെ ആൻഡ് ഉപയോഗിച്ച് എങ്ങനെയാണ്? ബ്രെഡ് ആൻഡ് ബട്ടർ, ലോക്ക് ആൻഡ് കീ, ഷൂസ് ആൻഡ് സോക്സ്. ഇനി ബട്ട് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുക? The atmosphere is cloudy. The atmosphere is cloudy, but not rainy. Atmosphere is cloudy, but not rainy. പിന്നെ she has black hair. But short. She has black hair but short. അതുപോലെ he worked hard but failed. He worked hard but failed. നോക്കുക, ബട്ട് ഉപയോഗിച്ച് എങ്ങനെ നമ്മൾ എഴുതിയത്? ദ അറ്റ്മോസ്ഫിയർ ഈസ് ക്ലൗഡി. അറ്റ്മോസ്ഫിയർ ക്ലൗഡിയാണ്, മേഘാവൃതമായതാണ്. ബട്ട് നോട്ട് റെയിനി, പക്ഷേ മഴയല്ല. ബട്ട് നോട്ട് റെയിനി, മഴയില്ലാതെ മേഘാവൃതം മാത്രമേ ഉള്ളൂ. ഷീ ഹാസ് ബ്ലാക്ക് ഹെയർ ബട്ട് ഷോർട്ട്. അവൾക്ക് എന്താണ്? അവൾക്ക് കറുത്ത മുടിയാണ്, പക്ഷേ ചെറുതാണ്, നീളം കുറവാണ്. ഷീ ഹാസ് ബ്ലാക്ക് ഹെയർ ബട്ട് ഷോർട്ട്, നീളം കുറവാണ്. പിന്നെന്താണ്? ഹി വർക്ക്ഡ് ഹാർഡ് ബട്ട് ഫെയിൽഡ്. അവൻ നന്നായി പരിശ്രമിച്ചിരുന്നു എക്സാമിന് ഇല്ലേ? എന്തെങ്കിലും എക്സാം എഴുതാനാവും അല്ലേ? നന്നായി പരിശ്രമിച്ചിരുന്നു, പക്ഷേ തോറ്റുപോയി. ബട്ട്, എന്നാൽ, പക്ഷേ എന്ന അർത്ഥത്തിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ബട്ട് ഉപയോഗിക്കുക. ഇനി ഓർ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുക?
You can prefer tea or coffee. You can prefer tea or coffee. You can prefer tea or coffee. I can wear the blue dress or the red one. I can wear the blue dress or the red one. നോക്കുക, 2 examples. You can prefer tea or coffee. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ ടീ കഴിക്കാം അല്ലെങ്കിൽ ഓർ മീൻസ് അല്ലെങ്കിൽ എന്നുള്ള അർത്ഥത്തിലാണ്. യു ക്യാൻ പ്രിഫർ ടീ ഓർ കോഫി. ഒന്നുകിൽ നിനക്ക് ടീ കഴിക്കാം, അല്ലെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം, കോഫി കഴിക്കാം. അതുപോലെ ഐ ക്യാൻ വിയർ ദ ബ്ലൂ ഡ്രസ് ഓർ ദ റെഡ് വൺ. ഒന്നുകിൽ എനിക്ക് എന്ത് ചെയ്യാം, ബ്ലൂ ഡ്രസ്സ് ധരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ റെഡ് വൺ ധരിക്കാം അല്ലേ. ഒന്നുകിൽ ബ്ലൂ ഡ്രസ് അല്ലെങ്കിൽ റെഡ് വൺ ധരിക്കാം. ഓക്കെ, യെസ്. Now we can look at the examples in our textbook. Okay, listen. Let's learn about 3 joining words and but or. Examples. I had bread and butter for breakfast today. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡും ബട്ടറും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. I love to study EVS and maths. Pigeon can fly but pigeons cannot. Pigeons can fly but penguins cannot. പീജിയൻസിന് പറക്കാൻ കഴിയും, പക്ഷേ പെൻഗിൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പറക്കാൻ കഴിയില്ല. You can buy popcorn. Mohag is tall but his brother is not. Mohag is tall but his brother is tall. മോഹഗ് വലുതാണ്, പക്ഷേ ബ്രദർ ടോൾ അല്ല. പിന്നെ യു ക്യാൻ ബൈ പോപ്കോൺ ഓർ ആൻ ഐസ്ക്രീം. നിനക്ക് ഒന്നുകിൽ പോപ്കോൺ വാങ്ങാം അല്ലെങ്കിൽ ഐസ്ക്രീം വാങ്ങാം. പിന്നെ വുഡ് യു ലൈക്ക് ടു ഹാവ് ടീ ഓർ കോഫി. നിനക്ക് ടീ ആണോ കോഫിയാണോ ഇഷ്ടം? വുഡ് യു ലൈക്ക് ടു ഹാവ് ടീ ഓർ കോഫി? യെസ്. നെക്സ്റ്റ്, വി യൂസ് ആൻഡ് ടു ജോയിൻ 2 വേർഡ്സ് ഓർ സെൻറ്റൻസ് വിത്ത് സിമിലർ ഐഡിയാസ്. നോക്കുക, ഐഡിയ 1, ഐഡിയ 2. ഇനി എങ്ങനെയാണ് സെൻറ്റൻസ് ഉണ്ടാക്കിയത് നോക്കുക, ആൻഡ് വെച്ചിട്ട്. എ ഫ്രോ ക്യാൻ സ്വിം, എ ഫ്രോ ക്യാൻ ലീപ്. എന്ത് ചെയ്തു, എ ഫ്രോ ക്യാൻ സ്വിം ആൻഡ് ലീപ്. നീന്താനും കഴിയും, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ എഴച്ച് നടക്കാനും പറ്റും. ഫ്രോഗിന് അല്ലേ, നീന്താനും പറ്റും, അതേപോലെ എഴച്ച് നടക്കാനും പറ്റും. ഷീ ബോട്ട് എ ന്യൂ സ്കേർട്ട്, ഷീ ബോട്ട് എ ന്യൂ സ്കാർഫ്. ഷീ ബോട്ട് എ ന്യൂ സ്കേർട്ട് ആൻഡ് സ്കാർഫ്. അവളെന്ത് ചെയ്തു, ഒരു സ്കേർട്ടും വാങ്ങി സ്കാർഫും വാങ്ങി. സ്കാർഫ് മീൻസ് തട്ടത്തിനൊക്കെ സ്കാർഫ് പറയും കേട്ടോ. നെക്സ്റ്റ്, വി യൂസ് ബട്ട് ടു ജോയിൻ വേർഡ്സ് ഓർ സെൻറ്റൻസ് ഓപ്പോസിങ് ഐഡിയാസ്. എതിർ ഐഡിയകളെ സൂചിപ്പിക്കാനാണ് നമ്മൾ എന്തുപയോഗിക്കുക, ബട്ട് ഉപയോഗിക്കുക. നോക്കുക, ഐ ലൈക്ക് മിൽക്ക്, ഐ ഡു നോട്ട് ലൈക്ക് കേർഡ്. ഐ ലൈക്ക് മിൽക്ക് ബട്ട് ഐ ഡു നോട്ട് ലൈക്ക് കേർഡ്. കണ്ടോ, ബട്ട്. ആമിർ ഫെൽ ഡൗൺ, ആമിർ ഡിഡ് നോട്ട് ഗെറ്റ് ഹേർട്ട്. ആമിർ ഫെൽ ഡൗൺ ബട്ട് ഡിഡ് നോട്ട് ഗെറ്റ് ഹേർട്ട്. ആമിർ വീണു, പക്ഷേ മുറിവൊന്നും ആയിട്ടില്ല. ഇനി വി യൂസ് ഓർ വെൻ എ പേഴ്സൺ ഈസ് ഓഫേർഡ് 2 or more ചോയ്സസ് ടു പിക്ക് ഫ്രം. ഓർ ഉപയോഗിക്കപ്പോഴാണ് നമുക്ക് ചോയ്സ് ഇല്ലേ, ഒന്നിൽ കൂടുതൽ ചോയ്സ് നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഓർ ഉപയോഗിക്കുക. വി ക്യാൻ ഈറ്റ് നൂഡിൽസ്, വി ക്യാൻ ഈറ്റ് റൈസ്. വി ക്യാൻ ഈറ്റ് നൂഡിൽസ് ഓർ റൈസ്. വുഡ് യു ലൈക്ക് ടു ഹാവ് സിറിയൽ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? വുഡ് യു പ്രിഫർ ഇഡ്ലീസ്? വുഡ് യു ലൈക്ക് ടു ഹാവ് സിറിയൽ ഓർ ഇഡ്ലീസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? ഓക്കെ, യെസ്. Next, circle the correct joining words in bracket to complete each sentence. One has been done for you. All of you take your pencils and circle the correct one. The car is old. Or but it runs well. എന്താ അവിടെ വരിക, ബട്ടാണ് വരിക അല്ലേ. എന്താണ്, കാർ ഈസ് ഓൾഡ്, കാർ പഴയതാണ്. ബട്ട് ഇറ്റ് റൺസ് വെൽ, എന്നാലും എന്ത് ചെയ്യുന്നുണ്ട്, കാർ നന്നായി ഓടുന്നുണ്ട്. ബട്ട് that is done here. I had a bread and or ഉണ്ട്, or ഉണ്ട്, ജാം സാൻഡ്വിച്ച് an hour ago. എന്താണ്, ബ്രെഡ് ആൻഡ് ജാം അല്ലേ, ബ്രെഡ് ആൻഡ് ജാം എന്ന് പറയാം, സർക്കിൾ ആൻഡ്. നെക്സ്റ്റ്, ബോത്ത് അബ ഓർ ആൻഡ് അർണവ് ആർ 7 years old. എന്താണ് അവിടെ, ഓർ ആൻഡാണ് വരിക. ബോത്ത് അബ ആൻഡ് അർണവ്. സംടൈംസ് ദേ മേ ട്വിൻസ് അല്ലേ, അവർ ട്വിൻസ് ആവാം, ഇരട്ടകളാവാം. അപ്പം
അവർക്ക് രണ്ടുപേർക്ക് എത്ര വയസ്സാണ്? 7 വയസ്സാണ്. നെക്സ്റ്റ്, ഐ ഡു നോട്ട് ലൈക്ക് ഗോവാസ്, ഐ ലവ് ആപ്പിൾസ്. എന്താ വരിക? ഓർ ബട്ടാണ് വരിക അല്ലേ? സർക്കിൾ. എനിക്ക് ഗോവ അടക്കാപ്പഴം എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ ആപ്പിൾ എനിക്കിഷ്ടമാണ്. നെക്സ്റ്റ് ബട്ട്. നെക്സ്റ്റ് നമ്പർ 5, വി സോ ഹോഴ്സസ് ഷീപ്പ് ഓൺ ദ ഫാം. എന്താ വരിക? വി സോ ഹോഴ്സസ് ആൻഡ് ഷീപ്പ് ഓൺ ദ ഫാം അല്ലേ? ഹോഴ്സസിനെയും നമുക്ക് ഫാമിൽ കാണാൻ പറ്റും, ഷീപ്പിനെയും കാണാൻ പറ്റും. ആർ യു ഗോയിങ് ടു കസൗലി? നിങ്ങൾ കസൗലിയിലേക്കാണോ അതോ ഷിംലയിലേക്കാണോ പോകുന്നത്? അപ്പോൾ എന്താ വരിക? ഓർ. നെക്സ്റ്റ് സർക്കിൾ ദാറ്റ്. നെക്സ്റ്റ്, ടിക്ക് ദ സെൻറ്റൻസസ് ദാറ്റ് യൂസ് ജോയിനിങ് വേർഡ്സ് കറക്റ്റ്ലി. ക്രോസ് ഔട്ട് ദ ഇൻകറക്റ്റ് സെൻറ്റൻസസ് ടു ഹാവ് ബീൻ ഡൺ ഫോർ യു. അഞ്ചൽ, നമ്പർ 1, അഞ്ചൽ പ്ലേസ് ബാസ്കറ്റ്ബോൾ ആൻഡ് ഷീ ഈസ് ഗുഡ് അറ്റ് ഇറ്റ്. ഇതിൽ എന്താണ്? കറക്റ്റ് ജോയിനിങ് വേർഡ്സ് ആണോ ഉപയോഗിച്ചത്? ആണെങ്കിൽ ടിക്ക് ചെയ്യുക, കറക്റ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക കേട്ടോ. അഞ്ചൽ പ്ലേസ് ബാസ്കറ്റ്ബോൾ ആൻഡ് ഷീ ഈസ് ഗുഡ് അറ്റ് ഇറ്റ്. ട്രൂ അല്ലേ? ആൻഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വി വെർ ബോത്ത് ഹംഗ്രി ഓർ തേഴ്സ്റ്റി. എങ്ങനെ പറയാം? വി വെർ ബോത്ത് ഹംഗ്രി ആൻഡ് തേഴ്സ്റ്റി എന്ന് പറയാം. അപ്പോൾ എന്താ? ഫാൾസ് ആണ്. ആൻഡാണ് അവിടെ വരിക. അപ്പം വിശപ്പുണ്ട്, ഞങ്ങൾക്ക് ദാഹമുണ്ട് എന്നാണ് പറഞ്ഞത്. ഹംഗ്രി മീൻസ് വിശപ്പ്, തേഴ്സ്റ്റി വിശപ്പ്, ദാഹം. ഫാൾസ്. നെക്സ്റ്റ്, ഫാത്തിമ കോൾഡ് ബട്ട് ഐ വാസ് നോട്ട് അറ്റ് ഹോം. എന്താണ്? കറക്റ്റ് അല്ലേ? ഫാത്തിമ എന്നെ വിളിച്ചു, അപ്പോൾ ഞാൻ വീട്ടിലില്ല. അപ്പോൾ കറക്റ്റാണ്, ട്രൂ. നമ്പർ 4, ഐ ക്യാൻ ഡ്രോ ആൻഡ് ഐ ക്യാൻ പെയിൻറ്റ്. എനിക്ക് എന്താണ്? എനിക്ക് വരക്കാനും പറ്റും, പെയിൻറ്റ് ചെയ്യാനും പറ്റും അല്ലേ? നോ, ഐ ക്യാൻ ഡ്രോ ബട്ട് ഐ കാൺട്ട് പെയിൻറ്റ് എന്ന് പറഞ്ഞു. ഐ കാൺട്ട് പെയിൻറ്റ്, എനിക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റില്ല, വരക്കാൻ പറ്റും. അപ്പോൾ എന്താണ്? അവിടെ ബട്ടാണ് വേണ്ടത്, ആൻഡ് അല്ല വേണ്ടത്. എന്താണ് അവിടെ വേണ്ടത്? ബട്ടാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഫാൾസ് ആണ് സെൻറ്റൻസ്. നമ്പർ 5, എയ്തർ മം ഓർ ഡാഡ് വിൽ ഡ്രോപ്പ് മീ ഓഫ് അറ്റ് സ്കൂൾ. എയ്തർ മം ഓർ ഡാഡ്. മമ്മിയോ ഡാഡിയോ ആണ് എന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോവാറ്. അപ്പോൾ എന്താണ്? മമ്മിയോ ഡാഡിയോ, ഓർ. ശരിയാണ്, കറക്റ്റ്, ട്രൂ. നമ്പർ 6, രാധിക ഫെൽ ഫ്രം ഹെർ ബൈസിക്കിൾ ബട്ട് ഹേർട്ട് ഹേർസെൽഫ്. രാധിക ബൈസിക്കിളിൽ നിന്ന് വീണു, എന്നിട്ടോ ബട്ട് ബട്ട് ഡിഡിൻ ഹേർട്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ബട്ട് ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഇവിടെ ഡിഡിൻ ഹേർട്ട് അല്ല പറയുന്നത്, ഹേർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആൻഡാണ് അവിടെ വേണ്ടത്, ബട്ടല്ല വേണ്ടത്, ആൻഡാ വേണ്ടത്. അപ്പോൾ എന്താണ്? ഫാൾസ്. ഓക്കെ. നെക്സ്റ്റ്, റീറൈറ്റ് ഈ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് ജോയിനിങ് വേർഡ്സ്. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. ഇതെന്ത് ചെയ്യണം? കറക്റ്റ് ജോയിനിങ് വേർഡ് ഉപയോഗിച്ച് നിങ്ങൾ സെൻറ്റൻസ് റീറൈറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. നോക്കുക. കറക്റ്റ് ജോയിനിങ് വേർഡ്സ് സെൻറ്റൻസ് റീറൈറ്റ് ചെയ്യുക. നമ്പർ 1 ഈസ് ഹിയർ. ഇനി നമ്പർ 2. നമ്പർ 1 എന്താണ്? ഷീ ഈസ് ടോൾ ഓർ ലീൻ. ഷീ ഈസ് ടോൾ ആൻഡ് ലീൻ. നമ്പർ 2, ഐ ഹാവ് എ പെൻസിൽ ഓർ നോ പേപ്പർ. അതെങ്ങനെ എഴുതുക നമ്മൾ? ഐ ഹാവ് പെൻസിൽ ഓർ നോ പേപ്പർ. ഐ ഹാവ് പെൻസിൽ ബട്ട് അല്ലേ? ഐ ഹാവ് എ പെൻസിൽ. ഐ ഹാവ് എ പെൻസിൽ ബട്ട് നോ പേപ്പർ. ഐ ഹാവ് എ പെൻസിൽ ബട്ട് നോ പേപ്പർ. നമ്പർ 3. ഫാദർ വാഷ്ഡ് ദ ഡിഷസ് ബട്ട് ക്ലീൻഡ് ദ ഷെൽഫ്. ഫാദർ വാഷ്ഡ് ദ ഡിഷസ് ആൻഡ് ക്ലീൻഡ് ദ ഷെൽഫ്. ഫാദർ എന്ത് ചെയ്തു? ഡിഷസൊക്കെ ക്ലീൻ ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് ഷെൽഫ് ക്ലീനാക്കി. ഫാദർ വാഷ്ഡ് ദ ഡിഷസ് Father washed the dishes and cleaned the shelf. And and. Number 4. A coconut tree is tall or a rose bush is short. എന്താ വരിക? നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവൂലേ? കോക്കനട്ട് ടോളാണ്, എന്നാൽ റോസ് ബുഷ് ഷോർട്ടാണ് എന്ന് വേണം. അപ്പോൾ എന്താ അവിടെ വരിക? ബട്ട്. എ കോക്കനട്ട് ട്രീ ഈസ് ടോൾ ബട്ട് എ റോസ് ബുഷ് ഈസ്
short. Next, I reach home by 3 o'clock or have my lunch. അങ്ങനെയാണോ പറയാ? 3 മണിക്ക് ഞാൻ എൻ്റെ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചു എന്നാണ് വേണ്ടത്. അപ്പോൾ എന്താ വേണ്ടത്? ആൻഡാണ് വേണ്ടത് അല്ലേ? Number 5, I reach home by 3 o'clock and have my lunch. Number 6, which one do you want, chocolate but candy? Which one do you want? Chocolate or candy? ചോക്ലേറ്റ് ഓർ ക്യാൻഡി അല്ലേ? ചോക്ലേറ്റ് ഓർ ക്യാൻഡി ഏതാണ് വേണ്ടത്? ചോക്ലേറ്റ് ആണോ ക്യാൻഡി ആണോ വേണ്ടതെന്ന് ചോദിക്കുന്നു കേട്ടോ. യെസ്. ഇനി റിവ്യൂ എക്സസൈസ് നമ്പർ 6. Fill in the blanks with the correct position words from the bracket. Take your pencils and listen. നോക്കുക. The vegetables are in or on the basket. വെജിറ്റബിൾസ് എവിടെ ഉണ്ടാവുക? ഓണാണോ ഉണ്ടാവുക അതോ ഇന്നാണോ ഉണ്ടാവുക? ഇൻ അല്ലേ? വെജിറ്റബിൾസ് ആർ ഇൻ ദ ബാസ്ക്കറ്റ്. നമ്പർ 2, the hospital is dash the bank. The hospital is near or over. എവിടെയാണ്? നിയർ ദ ബാങ്ക്, നിയർ. നമ്പർ 3, he dived dash the pool. He dived into the pool. തിരക്കി കയറി. He dived into the pool. Number 4, Nisha's flat is dash hours. Nisha's flat is below. നിഷയുടെ ഫ്ലാറ്റ് ഞങ്ങളുടെ താഴെയാണ്. പ്രീത് ഈസ് സിറ്റിംഗ് ഡാഷ് ജിയ ആൻഡ് ഇറ. എന്താണ് ഇടയിൽ എന്നുള്ളതിന് എങ്ങനെ വാക്ക്? ബിറ്റ്വീൻ. ഇടയിൽ എന്നുള്ളതിന് ബിറ്റ്വീൻ എന്നാ പറയാം, ബിറ്റ്വീൻ. നെക്സ്റ്റ്, ടിക്ക് ഇഫ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഈസ് എ സെൻറ്റൻസ്. ഇവിടെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അത് സെൻറ്റൻസ് ആണെങ്കിൽ ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ക്രോസ് ചെയ്യുക. നമ്പർ 1, ഹാപ്പി ചൈൽഡ്. ഹാപ്പി ചൈൽഡ് ഇത് മതിയോ? അത് മാത്രം മതി ഒരു സെൻറ്റൻസ് ആവാൻ? പോരാ അല്ലേ? ഫാൾസ്. നമ്പർ 2, ബോത്ത് മൈ പേരൻസ് ആർ എൻജിനീയേഴ്സ്. അതെന്താണ്? ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട്, അതുപോലെ ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പ് ഉണ്ട് അല്ലേ? ഒക്കെ ഉണ്ട് അല്ലേ? സബ്ജക്റ്റ് ഉണ്ട്, ഓക്സിലറി വെർബൊക്കെ ഉണ്ട് അല്ലേ? അപ്പം സെൻറ്റൻസ് ആണ്. അപ്പോൾ ടിക്ക്. നമ്പർ 3, എ പെയർ ഓഫ് ഗ്ലാസസ്. അതിൽ ക്യാപിറ്റൽ ലെറ്റർ ഇല്ല, ഫുൾ സ്റ്റോപ്പ് ഇല്ല, അപ്പം ഫാൾസ്. നെക്സ്റ്റ് നമ്പർ 4, മൈ ഗ്രാൻഡ് ഫാദർ ടെൽസ് മീ എ സ്റ്റോറി എവരി ഡേ. ഇറ്റ് ഇസ് കറക്റ്റ് അല്ലേ? ട്രൂ. ഐ ക്യാൻ സീ മെനി ഫ്രോക്സ് ഇൻ ദ പോണ്ട്. ട്രൂ. ഇനി പേജ് നമ്പർ 70 അതന്നെ, അതന്നെ സെയിം പേജ് 74 തന്നെ. പിന്നെ എന്താ ബ്ലാങ്ക്സ് വിത്ത് ക്വസ്റ്റ്യൻ വേർഡ്സ് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ്സിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ ഫില്ല് ചെയ്യുന്നത്? ഡാഷ് ഓഫ് ദീസ് ഈസ് യുവർ ഷാർപ്നർ. ഇതിൽ ഏതാണ് നിങ്ങളുടെ ഷാർപ്നർ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്? യു ഷുഡ് സ്റ്റഡി ദ ക്വസ്റ്റ്യൻ വേർഡ്സ് വെരി വെൽ, ഓൾസോ ദ മീനിങ് അല്ലേ? ഈ ക്വസ്റ്റ്യൻ വേർഡ്സിൻ്റെ മീനിങ് നന്നായി പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും ഏതാണ് സ്യൂട്ടബിളായ വേർഡ് എന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ നന്നായി ക്വസ്റ്റ്യൻ വേർഡിൻ്റെ മീനിങ് പഠിക്കണം കേട്ടോ. ഡാഷ് ഓഫ് ദീസ് ഈസ് യുവർ ഷാർപ്നർ. അപ്പോൾ എന്താ കൊടുക്കുക നമ്മൾ? ഏത് എന്നുള്ളതിന് ഏതാ വാക്ക്? അത് നിങ്ങൾ എന്ത് ചെയ്യുക? മിസ് ഓരോന്നിൻ്റെ മീനിങ് നിങ്ങൾക്ക് എഴുതി തന്നിട്ടില്ലല്ലോ, അപ്പോൾ അത് സ്യൂട്ടബിൾ ആയത് നിങ്ങളിവിടെ ചേർക്കുക കേട്ടോ. ഏത് എന്നുള്ളതിന് ഏതാ വാക്കെന്ന് കണ്ടുപിടിച്ച് ചേർക്കുക. ഇനി ഡാഷ് ആർ യു ഈറ്റിംഗ്. നിങ്ങൾ എന്താണ് തിന്നുന്നത്? അതിന് ഞാൻ ക്വസ്റ്റ്യൻ വേർഡ് കൊടുത്തിട്ടുണ്ടല്ലോ, എന്താണ് തിന്നുന്നത് അത് ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ്, ഡാഷ് ആർ വി ഗോയിങ് ടു സീ യു അഗെയിൻ. നമ്മളെപ്പോഴാണ് വീണ്ടും കാണുക? എപ്പോൾ എന്നുള്ളതിന് സെലക്ട് ചെയ്ത് തിരഞ്ഞെടുത്ത് കൊടുക്കുക. ഡാഷ് ഹാസ് ബ്രോക്കൺ ദിസ് ഗ്ലാസ്. ഈ ഗ്ലാസ് എങ്ങനെയാണ് പൊട്ടിയത് നോക്കുക. നെക്സ്റ്റ്, ഡാഷ് ഹാവ് യു ഡൺ വിത്ത് യുവർ ഷൂസ്. നീ നിൻ്റെ ഷൂ കൊണ്ട് എന്താണ് ചെയ്തത്? വേണമെങ്കിൽ കേടുവരുത്തി വന്നു കാണും അല്ലേ? ഡാഷ് ഹാവ് യു ഡൺ വിത്ത് യുവർ ഷൂസ്.
നീ എന്താണ് നിൻ്റെ ഷൂ കൊണ്ട് നീ എന്താണ് ചെയ്തത് അതാ ചോദിക്കണ്ടേ. നീ എന്താണ് ചെയ്തതെന്ന് ചോദിക്കണ്ടേ. യെസ്, ഓവർ. അവർ ക്ലാസ് ഈസ് ഓവർ. വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ഗ്രാമർ ക്ലാസ്. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു.